മാസപ്പടി ഇടപാടിൽ വീണ വിജയന് നിർണായക പങ്കെന്ന് SFIO അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. IT കൺസൾട്ടൻസി സേവനങ്ങളുടെ മറവിൽ വീണ CMRൽ നിന്ന് 2.78 കോടി രൂപ സ്വീകരിച്ചുവെന്നാണ് SFIO റിപ്പോർട്ടിൽ പറയുന്നത്. വീണ വിജയൻ CMRലിന് സേവനങ്ങൾ നൽകിയതിന്റെ തെളിവുകൾ ഒന്നുമില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. IT കൺസൾട്ടൻസി സേവനങ്ങളുടെ മറവിൽ വീണ CMRൽ നിന്ന് 2.78 കോടി രൂപ സ്വീകരിച്ചു. സേവന വേതന വ്യവസ്ഥ സംബന്ധിച്ച് വീണയും കർത്തയും തമ്മിലുള്ള ഇമെയിലുകൾ തട്ടിപ്പിനുള്ള മറ മാത്രമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വീണയോ എക്സാലോജിക്കോ CMRലിന് നിയമാനുസൃതമായ സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് അന്വേഷണങ്ങൾ വ്യക്തമാക്കുന്നു. ഗൂഢാലോചന, തട്ടിപ്പ് മാർഗത്തിലൂടെ പണം സമ്പാദിക്കൽ, ബോധപൂർവമായ സാമ്പത്തിക തിരിമറി എന്നിവ വീണ വിജയനെതിരെ കണ്ടെത്തിയതായി SFIയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. CMRലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 25 ലക്ഷം രൂപ 2 തവണയായിട്ടാണ് വീണ കടം വാങ്ങിയത്. CMRൽ ഉടമ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം. CMRൽ നിന്ന് വീണയ്ക്കും എക്സാലോജിക്കിനും പ്രതിമാസം കിട്ടിയത് 8 ലക്ഷം രൂപയാണ്. CMRൽ നിന്ന് കിട്ടിയ ഈ പണം എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലെ ലോൺ തുക തിരികെ അടയ്ക്കാൻ വീണ ഉപയോഗിച്ചു. 4 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചെയ്യാത്ത സേവനത്തിനാണ് CMRൽ നിന്ന് വീണ പണം വാങ്ങിയത്. ഇങ്ങനെ കിട്ടിയ പണമാണ് ശശിധരൻ കർത്തയുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വകമാറ്റി നൽകിയത്. ഇതുവഴി സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള CMRലിന് സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും SFIയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. CMRൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രകയാണ് വീണയെന്നുൾപ്പെടെ ഗുരുതര കണ്ടെത്തലുകളാണ് SFIയുടെ റിപ്പോർട്ടിലുള്ളത്. എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടായിരുന്നു. പ്രതിവർഷം 66 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. CMRലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യ വരുമാനം. 2017 മുതൽ 2019 വരെ കാലയളവിൽ CMRലുമായി ഇടപാടുകൾ നടത്തി. പ്രതിമാസം 5 ലക്ഷം രൂപ വരെ CMRൽ നിന്ന് വീണയുടെ പേരിലെത്തി. കമ്പനിയുടെ പേരിലും 3 ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് 7ാം നമ്പർ കോടതിയിലാണ് SFIO കുറ്റപത്രം നൽകിയത്. ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതേസമയം CMRൽ എക്സാലോജിക് മാസപ്പടി ഇടപാട് കേസ് കൂടുതൽ കേന്ദ്ര ഏജൻസികളിലേക്ക് SFIO കൈമാറി. കേസിലെ അന്തിമ കുറ്റപത്രമാണ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയത്. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നിവയ്ക്കാണ് കേസിലെ അന്വേഷണ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. അതിനിടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിൽ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാമിനെതിരെ CBI കേസെടുത്തു. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവ് 2 ആഴ്ചയ്ക്ക് മുൻപാണ് വന്നത്. അതിനുശേഷം കേസ് മുൻപ് അന്വേഷിച്ചിരുന്ന വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ CBIക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ കോടതിയുടെ ഉത്തരവ് വിജിലൻസ് പാലിച്ചില്ല. പലതവണ കൊച്ചിയിലെ CBI SP വിജിലൻസ് ഡയറക്ടർക്ക് രേഖകൾ കൈമാറുന്നത് സംബന്ധിച്ച് കത്ത് നൽകിയിരുന്നു. വെള്ളിയാഴ്ച വരെയും വിജിലൻസ് കത്തിന് മറുപടി നൽകിയില്ല. തുടർന്ന് കേസിലെ പരാതിക്കാരനായ ജോമൻ പുത്തുമുരക്കലിനെ കൊച്ചിയിലെ CBI ഓഫീസിൽ വിളിച്ചു വരുത്തി ഒരു പരാതി CBI എഴുതുവാങ്ങി. പിന്നീടാണ് CBI ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. 2015 ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തുമരക്കിലാണ് ഹർജി നൽകിയത്. KM എബ്രഹാമിന് മുംബൈയിലും തിരുവനന്തപുരത്തും 3 കോടിയുടെയും 1 കോടി രൂപയുടെയും മൂല്യമുള്ള ഫ്ളാറ്റുകളും കൊല്ലത്ത് 8 കോടി രൂപ മൂല്യമുള്ള ഷോപ്പിംഗ് മാളും ഉണ്ട്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റച്ചട്ടപ്രകാരം വർഷം തോറും ചീഫ് സെക്രട്ടറിക്ക് നൽകേണ്ട സാമ്പത്തിക ആസ്തി സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടില്ല. ഭാര്യയുടെയും മക്കളുടെയും പേരിലും വലിയ സമ്പാദ്യമുണ്ട്. ഇതിന്റെയൊന്നും ഉറവിടം വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ആരോപണം. പരാതി ആദ്യം അന്വേഷിച്ചത് സംസ്ഥാന വിജിലൻസ് ആയിരുന്നു. അന്ന് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഉദ്യോഗസ്ഥർ KM എബ്രഹാമിന്റെ വീട്ടിൽ കയറി പരിശോധന നടത്തിയത് വലിയ വിവാദമായി. പെൻഡൌൺ സമരം നടത്തിയാണ് IAS ഉദ്യോഗസ്ഥർ അന്ന് പ്രതിഷേധം അറിയിച്ചത്. ജേക്കബ് തോമസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറിയതോടെ KM എബ്രഹാമിന് കേസിൽ ക്ലീൻ ചിറ്റ് നൽകി. തുടരന്വേഷണം നടത്തണമെന്ന ആവശ്യം തിരുവനന്തപുരം വിജിലൻസ് കോടതി 2017 തള്ളിയിരുന്നു. കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജോമോൻ പുത്തമ്പരക്കൽ 2018 ഹൈക്കോടതിയെ സമീപിച്ചു. 2025 ഏപ്രിൽ 11 കേസ് CBI അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. എബ്രഹാമിനെ രക്ഷിക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായി കോടതി വിലയിരുത്തി.
വരവിൽ കവിഞ്ഞ സ്വത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നും കോടതി പറഞ്ഞിരുന്നു.